ചെങ്കടലിൽ ഹൂതി വിമതർ ശക്തമായ പ്രതിഷേധവും ആക്രമണവും നടത്തുന്നതിനിടയിലാണ് ചെങ്കടൽ വിട്ട് ആദ്യമായി മറ്റൊരു സമുദ്രത്തിലേക്ക്, അതും ഇന്ത്യയിലേക്ക് വരുന്നത് ഹൂതികൾ തന്നെയാണോ ഇതിന്റെ പിറകിൽ എന്നുള്ള തീർത്തും പൂർണ്ണമായുമുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഹൂതികൾ തന്നെ ആയിരിക്കും ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത്. ഗുജറാത്ത് തീരത്തടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതേ തുടർന്ന് കപ്പലിൽ തീപിടുത്തവും സ്ഫോടനവും ഉണ്ടായി. 20ഓളം ഇന്ത്യൻ ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഇവർ സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ട്. ഗുജറാത്തിലെ വെരാവലിയിൽ നിന്ന് 217 നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറാണ് സംഭവം നടന്നത്. അറബിക്കടലിലൂടെ സഞ്ചരിച്ച MV പ്ലൂട്ടോ എന്ന കപ്പലിലേക്ക് നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ കുതിച്ചെത്തുകയായിരുന്നു. അസംസ്കൃത എണ്ണയുമായി സൗദിയിലെ തുറമുഖത്തിൽ നിന്ന് ബംഗളൂരിലേക്ക് പോകുകയായിരുന്നു കപ്പൽ. തീ അണച്ചെങ്കിലും കപ്പലിന്റെ പ്രവർത്തനത്തെ തീപിടുത്തം ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. കോസ്റ്റ് ഗാർഡിന്റെ ICGS വിക്രം കപ്പലാണ് സഹായത്തിനായി എത്തിയത്. ഒരു വിമാനം സംഭവ സ്ഥലത്തേക്ക് അയച്ചാണ് ജീവനക്കാർ സുരക്ഷിതരെന്ന് ഉറപ്പുവരുത്തിയത് എന്ന് നാവികസേനാ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ഗ്രേഡ് ഓപ്പറേഷൻസ് ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് എന്നാണ് അറിയിച്ചത്. ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടുമില്ല. ചെങ്കടലിൽ യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ശക്തമാക്കിയെന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് ഈ സംഭവവും. കഴിഞ്ഞ മാസം ഇസ്രായേൽ ഉടമസ്ഥയിലുള്ള ചരക്ക് കപ്പലിന് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാന്റെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡുകളുടേതെന്ന് സംശയിക്കുന്ന ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. കപ്പലിന് സാരമായ കേടുപാടും ഉണ്ടായിരുന്നു. ഒക്ടോബർ 7-ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം കപ്പലുകൾക്ക് നേരെ ആക്രമണം വർദ്ധിച്ചു വന്നിരുന്നു. ഇതോടെ പ്രമുഖ കമ്പനികളെല്ലാം ഉയർന്ന ഇന്ധനച്ചെലവും മറ്റും സഹിച്ച് ആഫ്രിക്കയുടെ തെക്കൻ മുനമ്പ് ചുറ്റി കപ്പലുകൾ വഴിതിരിച്ച് വിടുകയായിരുന്നു ചെയ്തത്. ഹൂതി വിമതർ 35 വ്യത്യസ്ത രാജ്യങ്ങളിലെ 10 ചരക്ക് കപ്പലുകൾക്ക് നേരെ 100-ലേറെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച മാൾട്ടയുടെ ചരക്ക് കപ്പലിൽ നിന്ന് പരിക്കേറ്റ നാവികനെ രക്ഷിക്കാൻ ഇന്ത്യൻ നാവികസേന സഹായിച്ചതിന് പിന്നാലെയാണ് അറബിക്കടലിലെ ഡ്രോൺ ആക്രമണം. അറബിക്കടലിൽ MV റൂൺ എന്ന കപ്പലിൽ അനധികൃതമായി 6 കടൽ കൊള്ളക്കാർ പ്രവേശിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതേസമയം നവംബർ 20-നും തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ചരക്ക് കപ്പലിന് നേരെ ഹൂതി വിമതർ അതിനെ തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഗാലക്സി ലീഡർ എന്നു പേരുള്ള കപ്പൽ ചെങ്കടലിൽ നിന്നാണ് ഹൂതി വിമതർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് എന്ന് ഇസ്രായേൽ സർക്കാർ തന്നെ അറിയിച്ചിരുന്നു. ഇതുവരെയും ആ തട്ടിക്കൊണ്ടുപോയ കപ്പലിനെ വിട്ടയച്ചിട്ടുമില്ല. സംഭവത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്ന് അപലപിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലി കപ്പലാണ് തട്ടിയെടുത്തത് എന്ന ഹൂതി വക്താക്കളെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. തുറമുഖ നഗരമായ സാലിഫയിലേക്കാണ് കപ്പൽ കൊണ്ടുപോയത് എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു.